ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ തുടരുന്നുണ്ട്. ദിലീപ്, ഈ നിലയിൽ എന്താണ് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ രാവിലെ മുതൽ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രീനഗർ വിമാനത്താവളം ആക്രമിച്ചു എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് അവർ പറയുന്നു. അത് കഴിഞ്ഞ് അവർ തന്നെ പറയുന്നു ഇന്ത്യയുടെ ഒരു വിമാനവും അവരുടെ അതിർത്തി കടന്ന് അവിടേക്ക് ചെന്നിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ ആശയക്കുഴപ്പം ആ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് അവർ തന്നെ പങ്കുവയ്ക്കുന്നത്. ഇതാ ഇപ്പോൾ ചൈനയും അത് ഏറ്റുപിടിക്കുന്നു. തക്കതായ മറുപടിയും എംബസി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രചാരണങ്ങൾക്കൊക്കെ മിനിറ്റുകളുടെ ആയുസ്സും ദൈർഘ്യവും മാത്രമല്ലേ ഉള്ളൂ ബി ദിലീപ് കുമാർ? വിജയകുമാർ, പാകിസ്ഥാന്റെ ഈ പ്രചരണം ചൈനീസ് മാധ്യമം മാത്രമല്ല സ്കൈ ന്യൂസ് പോലുള്ള മാധ്യമങ്ങൾ പോലും ഏറ്റുപിടിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തെറ്റായ പ്രചരണം അല്ലെങ്കിൽ നുണപ്രചരണം, വിശ്വാസ്യതയില്ലാത്ത പ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ അവർ നടത്തുന്ന ചില പ്രചരണങ്ങളും അവകാശവാദങ്ങളും ആ അവകാശവാദങ്ങളെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ചില മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ ആ നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചൈനീസ് മാധ്യമം ഗ്ലോബൽ ടൈംസും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ, തെറ്റായ വാർത്തകൾ നൽകാതിരിക്കണം എന്ന കാര്യം അവർ ഈ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ആ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെയുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ സൈനിക താവളങ്ങൾക്കോ നേരെ ആക്രമണം നടത്താതെ ഇന്ത്യ ഈ ഭീകര താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആ ഒരു ആക്രമണം അത് ഭീകര കേന്ദ്രങ്ങളെല്ലാം നിലം പരിശാക്കി എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് ബഹവൽപൂരിൽ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം. അവിടുത്തെ പരിശീലന കേന്ദ്രങ്ങൾ, ഈ ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അവിടെ പരിശീലനം നേടിയവരാണ് ഈ പുൽവാമ ഭീകരാക്രമണം നടത്തിയത്. ആ സ്ഥലം അപ്പാടെ ഇടിച്ചു നിരത്തിയെന്ന് മാത്രമല്ല, മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ 10 പേർ ഈ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് മുഡ്രിക്ക എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവ് ഹാഫിസ് സയ്യിദിൻ്റെ സ്ഥലമാണ്. അവിടെ പരിശീലനം നേടിയവരാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയത്. അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി, തഹാവൂർ റാണ തുടങ്ങിയവരൊക്കെ പരിശീലനം നടത്തിയ സ്ഥലമാണ് ഈ മുഡ്രിക്ക എന്ന് പറയുന്നത്. അവിടെയും ശക്തമായ ആക്രമണം, അവിടുത്തെ പരിശീലന കേന്ദ്രങ്ങളും പൂർണ്ണമായും ഇന്ത്യ ഇല്ലാതാക്കി. ലഷ്കർ ഇ തൊയ്ബയ്ക്ക് മാത്രമല്ല പാകിസ്ഥാൻ ഭരണകൂടത്തിനും വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അതുപോലെ ഹിസ്ബുൾ മുജാഹിദീൻ്റെ പരിശീലന കേന്ദ്രം, ആ പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടിയവർ ആണ് സിയാൽകോട്ടിലെ ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ത്യയിൽ പത്താൻകോട്ടിൽ ഭീകരാക്രമണം നടത്തിയത്. അങ്ങനെ ഇന്ത്യയിൽ കടന്നുള്ള ഭീകരാക്രമണങ്ങൾ എല്ലാം അതിൻ്റെ പല സംഘടനകൾ, പല പേരുകൾ ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ മണ്ണിൽ കടന്ന് അവർക്ക് ഈ ഭീകരാക്രമണം നടത്താൻ പരിശീലനം ശ്രദ്ധിച്ച സ്ഥലങ്ങൾ അത് തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്ര വ്യാപകമായ ആക്രമണം ഇന്ത്യ മുമ്പ് നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ബാലാക്കോട്ടിൽ നേരത്തെ ആക്രമണം ഉണ്ടായപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഭീകര കേന്ദ്രങ്ങളിൽ. പക്ഷേ ഇങ്ങനെ നിരവധി ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് ഇടിച്ചു നിരത്തുക, അരമണിക്കൂർ കൊണ്ട് 9 കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് ഇന്ത്യയുടെ ഈ നടപടി ആദ്യമാണ്. വിജയകുമാർ, തന്നെയുമല്ല കര, നാവിക, വ്യോമസേനകൾ നേരിട്ട് പങ്കെടുത്ത എന്ന് വെച്ചാൽ അവരുടെ 3 സേനാ വിഭാഗങ്ങളുടെയും പങ്കുള്ള ഒരു ആക്രമണമാണ്. അത് 1971 ശേഷം ഇതാദ്യമാണ് എന്നതും ഈ സമയത്തെ നടപടിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. ഗുജറാത്തിൽ 4 വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവെച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. രാജ്കോട്ട്, ജാംനഗർ, ഭുജ്, കണ്ട്ല വിമാനത്താവളങ്ങളിലെ പ്രവർത്തനമാണ് നിർത്തിവെച്ചു എന്ന വിവരം വരുന്നത്. ഇന്ത്യൻ ആക്രമണത്തിന് പാക് പ്രതിരോധ സേന മറുപടി നൽകിയെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവിടെ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ അവിടുത്തെ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നടത്തുന്ന നീക്കങ്ങളും നമ്മൾ കാണുന്നുണ്ട്.